മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. അപ്പൊ ആദർശിന്റെ പ്ലാൻ പൊളിക്കാനാണ് അമ്മയുടെ പ്ലാൻ അല്ലേ? നീ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കവി. ശരി, അമ്മ പറയേ. ആദർശിന്റെ കല്യാണം 6 മാസത്തിനുള്ളിൽ തന്നെ നടക്കണം. അതിനുവേണ്ടി ഞാൻ മുൻകൈ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് വിഘ്നേഷിനോടും അഭിരാമിയോടും വിസ്മയോടും ആലോചന കാര്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞത്. അതെല്ലാം വിസ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണമ്മേ. ഞാൻ പറഞ്ഞു തീർന്നില്ല വി. അമ്മ എല്ലാം പറയട്ടെന്നേ, നീ എന്തിനിങ്ങനെ ഇടക്കേറുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ അമ്മ ഇനിയും പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. ആ എന്നാ ഞാൻ നിർത്താം, ബാക്കി നീ പറ. അത് വേണ്ട, അമ്മ തന്നെ പറഞ്ഞോ. എന്നാ ഇനി നീ മിണ്ടരുത്. ഇല്ല. വിസ്മയ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ആദർശാണ് വിവാഹം കഴിക്കേണ്ടത്. എന്റെ ഇഷ്ടപ്രകാരം ആലോചന കൊണ്ടെത്തിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനുശേഷം ആദർശ് എന്നെ അനുസരിക്കുമെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. പക്ഷേ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്റെ വിശ്വാസം തെറ്റിച്ച് ആദർശ് എന്തെങ്കിലും തീരുമാനം എടുത്താ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മോളെയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് താങ്ങാനുള്ള മാനസികാവസ്ഥ മോക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനിപ്പോൾ ചോദിച്ചത്, അതെനിക്കറിയാം. പക്ഷേ ഞാനിത് വിസ്മയോട് ധൈര്യമായിട്ട് ചോദിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ തമ്മിലൊരു ബന്ധുത്വം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതെല്ലാം കുടുംബത്തിനുള്ളിൽ തന്നെ നിൽക്കും, പുറത്തേക്ക് പോവില്ല. 2, വിസ്മയ്ക്ക് ആദർശിനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വിഘ്നേഷും അഭിരാമിയും പറഞ്ഞു അല്ലേ? അതെ. ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചാണ് ഈ ആലോചനയ്ക്ക് ആദർശ് നോ പറഞ്ഞത്. ഇപ്പൊ ഞാനായിട്ട് ഇതിന് മുൻകൈ എടുക്കുന്നത് അവനെ സ്നേഹിക്കുന്ന മോള് തന്നെ അവന് ഭാര്യയായിട്ട് വരട്ടെ എന്ന് കരുതിയ. പിന്നെ വിസ്മയുടെ സ്നേഹം വെറുതെ ആവാതിരിക്കാൻ നമ്മളെല്ലാവരും ചേർന്നൊന്ന് ശ്രമിക്കാം എന്നുകൂടി കരുതിയിട്ടാണ്. എങ്കിലും ഒരു പരാജയഭീതിയുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല. അത് മോള് മനസ്സിലാക്കാതെയും പോരുത്. എനിക്കെല്ലാം മനസ്സിലായി. എല്ലാരും എന്നെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു ഞാണിന്മേൽ കളിയുമാണ്. പരാജയപ്പെട്ട തകരുന്നത് എന്റെ സ്വപ്നങ്ങളാണ്. പക്ഷെ ഞാനിതിന് തയ്യാറാവാതെ ഇരുന്നാൽ അതിന്റെ അർത്ഥം എനിക്ക് ഒരിക്കലും എന്റെ സ്വപ്നം നേടാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനെയുള്ളപ്പോ എത്ര റിസ്ക് എടുത്തിട്ടായാലും ഒന്ന് ശ്രമിച്ചു നോക്കാനല്ലേ ആരായാലും തയ്യാറാവൂ. എനിക്ക് സമ്മതമാണ്. എന്തെങ്കിലും കാരണവശാൽ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മനസ്സ് വേദനിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ വേദനയും ഞാൻ സഹിച്ചേക്കും. ഞാൻ കാരണം ആരും വിഷമിക്കേണ്ടി വരികയോ കുഴപ്പത്തിലാവുകയോ ചെയ്യില്ല. ഇത് എന്റെ വാക്കാണ്. അത് മതി മോളെ. എല്ലാം മംഗളമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ധൈര്യമായിട്ട് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ? തീർച്ചയായും. ആ, വിഘ്നേഷിന് അമ്മയും അച്ഛനെയും കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ? ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം എല്ലാം എന്നോട് നോക്കാനാ പറഞ്ഞിരിക്കുന്നത്.
നിശ്ചയത്തിന്റെ ഡേറ്റ് ഒക്കെ ആകുമ്പോ അച്ഛനും അമ്മയെ അറിയിച്ചാൽ മതി. അവര് വന്നോളാന്നാ ആ പറയുന്നത്. എങ്കിലിനി എല്ലാം അതാതിന്റെ മുറയ്ക്കാൻ നടക്കട്ടെ. ഡേ ഇനി നീ മിണ്ടിക്കോ. ഇല്ല, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഞാൻ മിണ്ടുന്നതുകൊണ്ട് ആർക്കിനി ഒന്നും പറയാൻ പറ്റാതെ വരണ്ട. ഓ എന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, വിഘ്നേഷിനെ സമ്മതിക്കണം. ഇവളെ എങ്ങനെ മാനേജ് ചെയ്യുന്നോ എന്തോ. വീട്ടിൽ വെച്ച് എന്തെങ്കിലും പറയാൻ പേടിയാ. അമ്മയ്ക്ക് 1000 ചെവിയാ. ശ്വാസം ഒന്ന് നീട്ടി വലിച്ചാ ഉടനെ വിളിച്ചു ചോദിക്കും എന്താടീന്ന്. അത് ആന്റിക്ക് വിദ്യയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയുള്ളതുകൊണ്ടല്ലേ? അതെ, പക്ഷെ അത് ആവശ്യത്തിൽ കൂടുതലാ. ചിലപ്പോ ഒരുതരം ശ്വാസം മുട്ടലുണ്ടാവും. അമ്മയില്ലാത്ത എനിക്ക് ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ടേ തോന്നൂ. അതുകൊണ്ടാവും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില എന്താണെന്നറിയില്ല എന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത് അല്ലേ? പണ്ട് ഞാനൊന്ന് അനങ്ങിയ ഓടി വന്ന് എൻ്റെ കൂടെ നിൽക്കും. എല്ലാത്തിനും എൻ്റെ അമ്മ ഉണ്ടാവും. എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയായിരുന്നു അമ്മയ്ക്ക്. മീരെ, എന്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല പെരുമാറുന്നത്. അമ്മയുടെ മനസ്സിപ്പോഴും ഒരു 50 വർഷം പുറകിലാ. ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാ. അതെനിക്ക് എങ്ങനെയെങ്കിലും നേടിയേ പറ്റൂ. അതിനിടയിലാ ഈ റിസർച്ച് ഗൈഡിന്റെ ഞരമ്പ് രോഗം. അയാള് പറയുന്ന പോലെ അനുസരിച്ചാലേ എനിക്ക് റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നുള്ള അവസ്ഥയിലാ. ഇത്തരം ചില പ്രശ്നങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ പ്രതികരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോവും. നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാവും. എൻ്റെ ഒരു അഭിപ്രായത്തില് ഇക്കാര്യം അമ്മാവനോട് പറയുന്നത് നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയല്ലേ? അതൊന്നും നടക്കില്ല മീരെ. അച്ഛനോട് പറഞ്ഞ അമ്മ അറിയും. അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നത് എന്താണോ പഠിക്കുന്നത് എന്താണോ ഒന്നും അറിയില്ല. വേഗം കല്യാണം കഴിപ്പിച്ച് വിട്ട് ഭർത്താവിനെയും കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ പറയും. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇതുപോലൊരു സിറ്റുവേഷനില് ഇങ്ങനൊരു പ്രശ്നം വീട്ടിലറിഞ്ഞ അപ്പൊ തന്നെ റിസർച്ച് നിർത്തി കല്യാണം നടത്താന്ന് അമ്മ പറയും. അച്ഛനത് ആദ്യം സമ്മതിക്കില്ല. പക്ഷെ അത് സമ്മതിക്കുന്നത് വരെ അച്ഛന് സ്വൈര്യം കൊടുക്കാതെ അമ്മ വഴക്കിട്ട് നടക്കും. അവസാനം അച്ഛനും അമ്മയുടെ വഴിക്ക് വരും. അതോടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയും. എങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? ഒരു പ്രയോജനവുമില്ല. റിസർച്ച് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും അതിന് അയാൾ വഴങ്ങാത്തതുകൊണ്ട് ഇപ്പൊ കള്ളക്കേസ് കൊടുത്തതാണെന്നും അയാൾ പറയും. അതോടെ നാണം കെട്ട് നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ വരും. വിദ്യ എല്ലാത്തിന്റെയും നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതൊന്നും അല്ല ശരിക്കുള്ള അവസ്ഥ. അമ്മാവൻ എന്തായാലും വിദ്യയെ സപ്പോർട്ട് ചെയ്തേ നിൽക്കൂ. ഇതിപ്പോ ഒരു വലിയ കേസായാലും അത് നടത്താൻ അമ്മാവനും ഞാനും ഒക്കെ വിദ്യയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ല മീരെ, എന്റെ അച്ഛനെ എനിക്കറിയാവുന്ന പോലെ മീരയ്ക്കറിയില്ലല്ലോ. മീര പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ അച്ഛന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അച്ഛനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. അമ്മ അച്ഛനെ എങ്ങനെയൊക്കെയാ ഓരോ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റിമറിക്കുന്നതെന്ന് കണ്ടു വളർന്നതാ ഞാൻ. എന്നാ എന്റെ അച്ഛനോട് പറയാം. ഹരിയങ്കിളിനോട് പറഞ്ഞാലും അങ്കിൾ എന്റെ അച്ഛനോട് പറയും. അമ്മയും അറിയും. എന്റെ മോളുടെ കാര്യത്തിൽ എന്തിനാ ഹരി ഇടപെടണെന്ന് ചോദിച്ചാ അതോടെ അങ്കിളിനൊന്നും ചെയ്യാൻ പറ്റാതെ ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? വീട്ടിൽ ആരോടും പറയാൻ സമ്മതിക്കാതിരുന്നാ നമ്മൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എങ്കിൽ നമുക്ക് അയാളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? വിദ്യയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അയാൾക്ക് നമ്മുടെ സങ്കടം മനസ്സിലായി ദയ തോന്നിയാലോ? പ്രൊഫസറോട് സംസാരിക്കുന്ന കാര്യമാണോ മീര പറയുന്ന? ആ, നല്ല കാര്യമായി. അയാളെ ഒരു ഗിരിരാജൻ കോഴിയാ. അയാളോട് പോയി സങ്കടം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും. കയ്യില് കാശുണ്ടായിരുന്നെങ്കി ആളെ വിട്ട് 4 തല്ലെങ്കിലും കൊടുക്കായിരുന്നു. മീരയ്ക്ക് അതിനെ പറ്റി കൂട്ടുകാരെങ്കിലും ഉണ്ടോ? എനിക്കോ?
തല്ല മനസ്സുള്ള കൂട്ടുകാരോ? നല്ല കാര്യായി. ഇങ്ങനെ വരാനാ? എന്തെങ്കിലും ഒരു ഐഡിയ ചോദിച്ചാ അച്ഛനോട് പറയാം, അമ്മയോട് പറയാന്നൊക്കെ പറഞ്ഞ ആര് കൂട്ടുകൂടാനാ? നിന്നോടിത് പറഞ്ഞു പോയതേ പാരയാകൂന്നുള്ള പേടിയില്ല ഞാൻ. ദയവ് ചെയ്ത് ഇക്കാര്യം ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. വാക്കാണല്ലോ, ഞാൻ വിശ്വസിച്ചോട്ടെ. വാക്കാണ്, സത്യമായിട്ട് ഞാൻ പറയില്ല. ശരി, എങ്കിൽ മീര ഇത് മറന്നേക്ക്. ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോളാം. പിന്നെ വാക്ക് തെറ്റിച്ച് നീ ഇതാരോടെങ്കിലും പറഞ്ഞ് അമ്മ എന്റെ പഠിത്തെങ്ങാനും നിർത്തിയ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. കേട്ടല്ലോ? ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വിദ്യ, അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും, ഉറപ്പാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ ശരി. ആ നിങ്ങൾ എത്തിയോ? ആ അവരൊക്കെ പോയില്ലേ? ബീന മാത്രമല്ലേ ഉള്ളൂ? ആ അതെ, നിങ്ങൾ അകത്തേക്ക് വാ, കേറി വാ മനു. വാടാ. ആ അച്ഛൻ വരുമെന്ന് ഇന്നലെ രാത്രി ഇവൻ പറഞ്ഞിരുന്നു. ഇതാരാ പുതിയൊരാള്? എന്റെ ഫ്രണ്ടാണമ്മേ. എന്താ മോന്റെ പേര്? മനു. 3 പേരും കൂടെ എന്തോ ഒരു പ്ലാനിങ്ങിലാണല്ലോ. എല്ലാം അച്ഛൻ വന്നിട്ട് പറയുമെന്ന് സൂരജ് പറഞ്ഞു. ആ അത് ശരി. അപ്പൊ നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ ശരിയാവില്ല. മുത്തശ്ശൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്നെ ടെൻഷൻ ആക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കുന്ന കാര്യമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ത് സാധനം? എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനും മാത്രം പറ്റുന്ന ഒരു വസ്തു ഇവിടെയുണ്ട്. അതെടുത്ത് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിന് ബീനയുടെ സഹായം ഞങ്ങൾക്ക് വേണം. അങ്ങനെ വിലയുള്ള എന്ത് സാധനം ഇവിടെ ഉള്ളേ? അമ്മേ, മീര പൂജിക്കുന്ന കൃഷ്ണ വിഗ്രഹം. ആ വിഗ്രഹം വിൽക്കുന്ന കാര്യമാണ് മുത്തശ്ശൻ പറയുന്നത്. എന്താടാ ഈ പറയുന്നേ? അതെങ്ങനെ എടുക്കും? മീരയും ഹരിയേട്ടനും അറിഞ്ഞ അത് വലിയ പ്രശ്നമാവില്ലേ? അതിന് അവരോട് പറഞ്ഞിട്ടല്ലല്ലോ അതെടുക്കുന്നത്. പിന്നെ അത് മോഷ്ടിക്കാനാണോ? അതാണോ നിങ്ങളുടെ പ്ലാൻ? ഓ അങ്ങനെ പറയരുത്. പണത്തിന് വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് വീട്ടിൽ ഇരിക്കുന്ന വിലപിടിപ്പുള്ള ഒരു വസ്തു എടുത്തു കൊടുക്കുന്നു. ഇതിനെ അങ്ങനെ കണ്ടാ മതി. സൂര്യന് സ്വന്തമായി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പണം വേണ്ടേ? അതിനൊക്കെ ഒരുപാട് പണം വേണോ അച്ഛാ? ഇത് വിറ്റാൽ എന്ത് കിട്ടാനാ? 4 പേർക്കുള്ള ചെലവ് കാശ് കിട്ടുവോ? 8-10 കോടി രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മതിയാവില്ലേ ചെലവിന്? കോടിയോ? ആ അതെ. എന്താ അത്രയും കിട്ടിയാ പുളിക്കുവോ? മനു പറഞ്ഞത് സത്യമേ. ആ വിഗ്രഹത്തിന് 300 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതല്ലേ. 100 വർഷം കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്വപ്നം കാണാത്തത്ര വില കിട്ടുമെന്നാ ഇവര് പറയുന്നേ. എന്റെ കൃഷ്ണ, ബലിയിടാൻ പോയപ്പോ വെറുതെ കടൽ തീർത്തൊന്നും കിട്ടിയ വിഗ്രഹത്തിന് ഇത്രയും വിലയുണ്ടായിരുന്നോ? അത് ഇവിടുത്തെ ആ കൊച്ചിന്റെ അമ്മ വീട്ടുകാരുടെ അമ്പലത്തിലെ വിഗ്രഹമാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവരുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് 10-60 വർഷം മുൻപ് ആരും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നാ പറഞ്ഞു കേട്ടത്. അന്ന് അത് നഷ്ടപ്പെട്ടതിന്റെ ദോഷം കൊണ്ടാ ആ തറവാട് നശിച്ചതെന്നും ആ വീട്ടിലെ ആൾക്കാരൊക്കെ ഗതി പിടിക്കാതെ നടന്നതെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. മീരയ്ക്ക് ആ വിഗ്രഹം കിട്ടിക്കഴിഞ്ഞ എല്ലാവരും ഒന്ന് പച്ച പിടിച്ചത്. ശരിക്കും ഹരിയേട്ടനും അതിനുശേഷമാ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായത്. നീ ഇങ്ങനെ ഒരു അന്ധവിശ്വാസി ആകാതെ വീനെ. ഹരി രക്ഷപ്പെട്ടതേ നീ ഈ വീട്ടിൽ വന്ന് കയറിയതിന്റെ ഐശ്വര്യം കൊണ്ടാ. നീ വന്നതോടെ അവന് കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ച് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടി. അങ്ങനെയാ ഹരി ക്ലച്ച് പിടിച്ചത്. അല്ലാതെ അത് വിഗ്രഹം കിട്ടിയിട്ടൊന്നും അല്ല. ആ പിന്നെ 10 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വിഗ്രഹമാ ഇവിടെ വെറുതെ ഇരിക്കുന്നത്. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് നാട്ടിലെ കള്ളന്മാരാരെങ്കിലും അറിഞ്ഞാ നിങ്ങൾക്ക് ഇവിടെ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? വെറും 10,000 രൂപയ്ക്ക് വേണ്ടി ആളെ കൊല്ലുന്ന കാലമായത്. അപ്പോ 10 കോടി കിട്ടുമെന്ന് അറിഞ്ഞാ ഈ വീട്ടിലെ എല്ലാവരെയും കൊന്നിട്ട് അവന്മാര് വിഗ്രഹം കൊണ്ടുപോകും. അത് ശരിയാ.
ആളുകൾക്ക് കാശ് കിട്ടാൻ എന്ത് ക്രൂരത ചെയ്യാനും ഒരു മടിയുമില്ല. വല്ലവരും വന്ന് നിങ്ങളെ തല്ലിക്കൊന്ന് മുതലും കൊണ്ട് പോകുന്നതിലും നല്ലത് നമ്മൾ തന്നെ അത് വിറ്റ് കാശാക്കുന്നതല്ലേ? ആ വിഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലത്തെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോ അതെടുത്താ എന്തെങ്കിലും ദോഷം ഉണ്ടാവോ? ആ, വിശ്വാസങ്ങളൊക്കെ വിശ്വാസങ്ങളായി തന്നെ ഇരുന്നോട്ടെ. വിഗ്രഹം ഞാൻ എടുത്തോളാം. ഹ, ഈ വയസ്സുകാലത്ത് ഇനി എനിക്ക് എന്ത് ദോഷം വരാനാ? കൂടി വന്നാൽ ചത്തു പോവായിരിക്കും. അങ്ങനെ പോയാ പോട്ടെന്ന് വെക്കും ഞാൻ. അല്ല പിന്നെ. ആ, നീ ഇങ്ങനെ പേടിക്കാതെ ബീനെ. ഞങ്ങൾ ഇത് വിറ്റ് കോടിക്കണക്കിന് കാശുണ്ടാക്കി അതിൽ നിന്നൊരു പങ്ക് നിനക്ക് തരുമ്പോ നിന്റെ സങ്കടമൊക്കെ മാറും. ദേ, ഒന്നുമില്ലെങ്കിലും നിന്റെ മോനെ കോടീശ്വരാകുമല്ലേ? എന്റെ കൊച്ചുമോനൊന്ന് രക്ഷപ്പെട്ട് കാണാനാ ഞാൻ ഈ വയസ്സാം കാലത്ത് ഈ പണിക്കൊക്കെ നിൽക്കുന്നത്. അപ്പൊ സ്വന്തം മോൻ രക്ഷപ്പെടാൻ നീ ഒന്ന് ഉത്സാഹിക്കണ്ടേ? അല്ല, വിഗ്രഹം ഇപ്പൊ എടുത്തോണ്ട് പോവാണോ? ആദ്യം അതൊന്ന് കാണണം. പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഞങ്ങൾക്കുള്ളൂ. അതെ, വിഗ്രഹം പൂജാമുറിയിലുണ്ട്. നിങ്ങൾ കയറി കണ്ടിട്ട് വാ. വാ, ഞാൻ കാണിച്ചുതരാം. പറ. ഭഗവാനെ, ഞങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ വരാം. അപ്പൊ ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നേക്കണേ. അത് ശരി. വിഗ്രഹം മോഷ്ടിക്കാനും പ്രാർത്ഥനയാണോ? എടാ, എന്ത് ചെയ്താലും അതിലൊരു പ്രാർത്ഥന ഉണ്ടാവുന്നത് നല്ലതാ. എന്റെ അമ്മൂമ്മ പണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. ബെസ്റ്റ് അമ്മൂമ്മ. ആ, കളിയാക്കൊന്നും വേണ്ട. ഈ മോഷണം എന്ന് പറയുന്നത് വലിയൊരു കലയാണ്, അതൊരു ശാസ്ത്രമാണ്. അതൊക്കെ ചിട്ടയായിട്ട് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഗ്രാമമൊക്കെ ഇപ്പോഴും ഉണ്ട്. വലിയ കാര്യമായി പോയി. എന്തൊക്കെയായാലും മോഷണം അത് വളരെ മോശം കാര്യമാണ്. ഓ, ഇത് നേരത്തെ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഒരു വസ്തു നമ്മൾ പറഞ്ഞിട്ട് എടുത്ത് വിൽക്കുന്നു എന്നേ ഞാനും കരുതിയിട്ടുള്ളൂ. സൂരജിന്റെ വീട്ടിലെ പ്രോപ്പർട്ടി അല്ലേ. സൂരജും അവന്റെ അമ്മയും മുത്തശ്ശനും എല്ലാം അറിഞ്ഞിട്ടല്ലേ എടുക്കുന്നത്. ആ, ഇവിടെ നിന്ന് അധികം സംസാരം വേണ്ട. ഹരിയച്ചൻ എപ്പോഴാ കയറി വരുന്നതെന്ന് അറിയില്ല. ഹാളിൽ വെച്ച് കണ്ടാൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പൂജാമുറിയിൽ നിൽക്കുന്നത് കണ്ടാൽ സംശയിക്കും. വാ, നമുക്കിറങ്ങാം. ശരിയാ. ഞാനേ ഇതിന് കുറച്ച് ഫോട്ടോസ് എടുത്തോടെ. ദാസേട്ടനെ ഫോട്ടോ കാണിക്കണം. എന്നാ വേഗം എടുക്ക്. ഹലോ, അതെ, ആ പ്രോജക്റ്റ് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് വേണ്ട. ആ രീതിയിലൊന്നും ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ ക്വാളിറ്റി ബാധിക്കും. കമ്പനിയുടെ ഗുഡ് വില്ല് പോവും. അതെ. ശരി, ഓക്കെ. താങ്ക്സ് ഫോർ യുവർ കോൾ. ബൈ. ലേറ്റ് പെർമിഷൻ എടുത്ത് എവിടെ പോയിരുന്നു? എനിക്ക് എൻ്റെ ഒരു കസിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവളുടെ ഒരു ആവശ്യത്തിന് എൻ്റെ സഹായം വേണമായിരുന്നു. അതിനുവേണ്ടി പോയതാ. ആഹാ, അപ്പൊ മീരി ഒരു പരസഹായിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല സർ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാവശ്യം വരുമ്പോ അത് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കണ്ടേ? തീർച്ചയായും വേണം. ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ഇന്നത്തെ സൊസൈറ്റിയിൽ കുറവാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പരസ്പരം സഹായിക്കാൻ മനസ്സുള്ളവര് എല്ലാ കാലത്തും ഉണ്ട്. അതിലങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. എന്നാലും പെൺകുട്ടികൾ പൊതുവെ അസൂയും കുശുമ്പും കൂടുതലുള്ളവരല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ ധാരണ ശരിയാണെന്ന് തോന്നുന്നില്ല. പെൺകുട്ടികൾ പൊതുവെ കൂടുതൽ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിലെ ചിന്തകൾ പലതും പുറത്തറിയുന്നതാവാം. പുറത്തറിയാത്ത മോശം ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ആണുങ്ങൾക്കിടയിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഭൂമിയിൽ എന്തും സഹിക്കാനും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും കഴിയുന്നത് പെണ്ണിന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അമ്മ. അമ്മയോളം സഹനശക്തിയും സ്നേഹവും ത്യാഗവും മറ്റാർക്കാ ഉള്ളത്? ആള് കൊള്ളാമല്ലോ. മീരി ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല.
തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. അതൊക്കെ അമ്മയുടെ തോന്നലാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതല്ല, അമ്മ പറഞ്ഞത് ശരിയായിരുന്നെന്ന് ഇപ്പം മനസ്സിലായി. തനിക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല അറിവും കാഴ്ചപ്പാടും ഉണ്ട്. ഓഫീസ് കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയുള്ളതാവുന്നതും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതും എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഉറപ്പില്ല. മീര ചെയ്യുന്നതും പറയുന്നതും എല്ലാം നന്നാവുന്നത് മീരയുടെ കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും താൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് തർക്കിക്കാൻ പോലും തോന്നാത്ത രീതിയിൽ താനത് കൺവിൻസ് ചെയ്യുന്നുണ്ട്.